ബോളിവുഡിൽ നല്ല സിനിമ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും നല്ല സിനിമകളൊക്കെ ഇറങ്ങിയിട്ട് നോട്ടീസ് ചെയ്യപ്പെടാതെ പോയിട്ട് അങ്ങനെയുള്ള സിനിമയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അണ്ടർറേറ്റഡ് ഹിന്ദി മൂവീസ് പാർട്ട് 2. ഫിഫ്ത്ത് വൺ, ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ മൂവിയാണ് ഈ സിനിമ. കുറേ നല്ല നല്ല ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്ന ഒരു സിനിമ. ദുൽഖറും ഇർഫാൻ ഖാനും ഒക്കെ ഇതിനകത്ത് ഒരു ലീഡ് റോൾസ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. സിനിമയുടെ പേരാണ് കാർവാൻ. ഫോർത്ത് വൺ, ഒരു റിയലിസ്റ്റിക് കോർട്ട് റൂം ഡ്രാമ. നമ്മളൊരു കേസിലകപ്പെട്ട് നമ്മുടെ ഒരു കോർട്ട് റൂമിൽ പോയിരുന്ന് നമ്മുടെ കേസ് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ പോലെയാണ് ഇത്. അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട്, അത്രത്തോളം ഒരു കോർട്ട് റൂമിൻ്റെ കാര്യങ്ങളെല്ലാം അത്രയും റോ ആയിട്ട് കാണിച്ചിരുന്നൊരു സിനിമയാണ്. സിനിമയുടെ പേരാണ് കോർട്ട്. തേർഡ് വൺ, കുറേ ചെറിയ ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉള്ളൊരു സിനിമയാണിത്. ഒരു മർഡർ മിസ്റ്ററി ത്രില്ലറാണ്. ഇതിനകത്ത് ലീഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്നത് നവാസുദ്ദീൻ സിദ്ദിഖിയാണ്. സിനിമയുടെ പേരാണ് രാത് അക്കേലി ഹേ. സെക്കൻഡ് വൺ, ഡിസ്റ്റർബിങ്, റോ, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണിത്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റണമെന്നില്ല. ഒരു സീരിയൽ കില്ലർ ആൻഡ് ആ സീരിയൽ കില്ലറിനെ പിടിക്കാൻ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറിൻ്റെ ഒരു കഥയാണ് ഈ സിനിമ. നവാസുദ്ദീൻ സിദ്ദിഖിയും വിക്കി കൗശലൊക്കെയാണ് ഇതിനകത്ത് ലീഡായിട്ട് അഭിനയിക്കുന്നത്. സിനിമയുടെ പേരാണ് രമൻ രാഘവ് 2.0. ഫസ്റ്റ് വൺ, ഒരു പക്ക ബോക്സിംഗ് മൂവി പ്ലസ് ലവ്, കാസ്റ്റിസം, പൊളിറ്റിക്സ്, ഒരു കിടിലൻ സ്പോർട്സ് ഡ്രാമ. സിനിമയുടെ പേരാണ് മുക്കേബാസ്. ഈ പടങ്ങളൊന്നും മെയിൻ സ്ട്രീം ഹിറ്റായ സിനിമകളല്ലായിരിക്കും, പക്ഷെ എന്തായാലും കണ്ടിരിക്കേണ്ട സിനിമകൾ. സേവ് ദിസ് ലിസ്റ്റ്.